ചെറിയ ഉസ്താദിനോട് ചോദിക്കും, പുതിയ വെളിപാട് കിട്ടിയോന്നറിയാം. ദിവസവും വെളിപാട് കിട്ടാറുണ്ടല്ലോ, ചിലപ്പോ മുമ്പ് പറഞ്ഞ് മാറ്റിയിരിക്കും. എടോ, ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുക. ദാ മൈക്കവിടെ കൊടുക്കും. ആർക്കാ ചോദിക്കേണ്ടത്? ഇപ്പൊ എഴുതി തന്ന ആളെ പേരില്ല. എന്താ ചോദിക്കേണ്ടത്? പുതിയ വെളിപാട് കിട്ടിയോന്നൊക്കെ. നിങ്ങളാണ് എഴുതി തന്ന ആള്? അല്ലല്ല, ഇതുമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ. ചോദിച്ചോളൂ. നിങ്ങളുടെ പേര്? എന്റെ പേര് മുഹമ്മദ് അലി. ചെറുപുഴ. എവിടെ? ചെറുപുഴ നാട്. ചെറുപുഴ. ആയിക്കോട്ടെ. മനുഷ്യ ശരീരത്തിലെ മരിച്ചവരുടെ പ്രേതം ബാധിക്കുമോ? എന്താ പ്രേതം എന്ന് പറഞ്ഞ? പ്രേതം എന്ന് പറഞ്ഞ എന്താ? റൂഹ്, ആത്മാവോ? ഇപ്പൊ മരിച്ച ആളെ ആത്മാവ് വേറൊരാളെ ശരീരത്തിൽ കയറുന്ന പ്രേതം എന്നിങ്ങനെ കേട്ടതേ ഉള്ളൂ. എന്താ? അങ്ങനൊന്നും ഇല്ല. പ്രേതം എന്ന് പറയുന്നത് ഇവർ റൂഹാനി എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പ്രേതബാധ എന്ന് പറയുന്നതും പിശാചിന്റെ പ്രവർത്തനമായിരിക്കാം. ഒരാൾ മരിച്ചാൽ അയാളെ കൂടെയുള്ള പിശാച് വേർപെട്ടു. ഒരു കരീനുണ്ടല്ലോ, ആ കരീൻ വേർപെട്ടു. റൂഹ് അള്ളാഹുവിന്റെ കയ്യിലേക്ക് പോയി, ശരീരം ഖബറിലേക്കും പോയി. ചോദ്യത്തിന് വേണ്ടി റൂഹും ശരീരം യോജിക്കും, അല്ലേ? പക്ഷേ കൂടെയുള്ള പിശാചോ ഓമ്പടെ തന്നെ ഉണ്ട്. അവൻ ചിലപ്പോ വേറെ ഒരാളെ ശരീരത്തിൽ പ്രവേശിക്കും. വേറൊരാളെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ സ്വരത്തിൽ ചിലപ്പോൾ സംസാരിച്ചേക്കാം. ശൈത്താൻ പ്രവേശിക്കുന്നതിനാണ് ഇവർ പ്രേതബാധ എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പോ വല്യപ്പാന്റെ സ്വരത്തില് പേരക്കുട്ടി സംസാരിക്കുക. വല്യപ്പാനെ ഈ കുട്ടി കണ്ടിട്ടല്ല, വല്യപ്പ സംസാരിക്കും പോലെ അങ്ങനെ സംസാരിക്കുക. അപ്പൊ വല്യപ്പാന്റെ ശൈത്താൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതായിരിക്കാം. അതെ, എന്റെ കൂടെ ജീവിച്ച ശൈത്താൻ എന്റെ സ്വരത്തിൽ സംസാരിക്കാൻ സാധിക്കും. ഞാൻ മരിച്ചു പോയാലും എന്റെ സ്വരത്തിലോ സംസാരിക്കും. ആ ശൈത്താൻ വേറൊരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അയാളുടെ നാവിലൂടെ എന്റെ സംസാരം വരും. അത് ശൈത്താൻ ബാധയാണതല്ല, പിശാച് ബാധയാണ്. പ്രേതം ബാധിക്കാനൊന്നുമില്ല, അത് ഇവരുണ്ടാക്കുന്നതാ. ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ്